നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ നിർമ്മൽ. എല്ലാവർക്കും കേരള പ്രൈം ടുഡേയുടെ ജ്യോതിഷ പ്രോഗ്രാമായ നിങ്ങളുടെ ഈ ആഴ്ചയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചികം മാസം 30-ാം തീയതി ഡിസംബർ 15 ഞായറാഴ്ച മുതൽ ധനു 6 ഡിസംബർ 21 വരെയുള്ള ആഴ്ചയിലെ തൽക്കാല ഗ്രഹസ്ഥിതി അടിസ്ഥാനമാക്കിയുള്ള കൂറ് ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഇവർക്ക് ഭാഗ്യ വ്യയാധിപനായ വ്യാഴം വക്രബലവാനായ 2-ലൂടെയും രാശിയ അഷ്ടമാധിപത്യം വഹിച്ച ചൊവ്വ നിജസ്ഥിതനായി 4-ലൂടെയും കേതു 6-ലൂടെയും ബുധൻ അഷ്ടമത്തിലൂടെയും സൂര്യൻ അഷ്ടമത്തിലും 9-ലുമായും ശുക്രൻ 10-ലൂടെയും ശനി 11-ലൂടെയും രാഹു 12-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം. വ്യാഴത്തിൻ്റെ 2-ാം ഭാവത്തിലൂടെയുള്ള വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് ധനധാന്യ സമ്പത്തുകളുടെ വർധനവിനും തൊഴിൽപരമായ ഉയർച്ചയ്ക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും കാരണമാവുകയും വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം അലസമനോഭാവം തുടരുകയും ഇവരുടെ കാരണവന്മാർക്ക് ആപത്തുകളോ ദുരിതങ്ങളോ ഉണ്ടാകുവാനും സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസമനോഭാവം കാണിക്കുകയാണെങ്കിൽ അവരുടെ പേർക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക. കാരണവന്മാർക്ക് രോഗദുരിതങ്ങളോ മൃത്യു ശങ്കകളോ ഉണ്ടെങ്കിൽ അവരുടെ പേർക്ക് മൃത്യുഞ്ജയ ഹോമവും നടത്തുക. അടുത്തതായി ഇടവക്കൂറ്. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇവർക്ക് വ്യാഴം വക്രബലവാനായി ജന്മത്തിലൂടെയും 7-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായ ചൊവ്വ നിജസ്ഥിതനായി 3-ലൂടെയും കേതു 5-ലൂടെയും ബുധൻ 7-ലൂടെയും സൂര്യൻ 7-ലും 8-ലുമായും ശുക്രൻ 9-ലൂടെയും ശനി 10-ൽ കണ്ടകശനിയായും രാഹു 11-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം. ജന്മവ്യാഴം ഇവർക്ക് കണ്ടകശനിയും ഒരുമിച്ച് വരുന്ന കാലഘട്ടമാണ്. ഇവർക്ക് സ്ഥാനചലനങ്ങളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ആരോഗ്യ ക്ലേശങ്ങളും ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ തുടരുകയും എന്നാൽ തന്നെയും വ്യാഴൻ്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം എല്ലാ ബുദ്ധിമുട്ടുകൾക്കും സ്വല്പം നിവൃത്തി ഉണ്ടാക്കുന്നതുമാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജന വിളക്കും നടത്തുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസമനോഭാവം കാണിക്കുകയാണെങ്കിൽ അവരുടെ പേർക്ക് വിദ്യാ രാജഗോപാല മന്ത്രാർച്ചനയും നടത്തുക. അടുത്തതായി മിഥുനക്കൂറ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഇവർക്ക് ചൊവ്വ 6-ഉം 11-ഉം ഭാവാധിപനായ ചൊവ്വ നിജസ്ഥിതനായി 2-ലൂടെയും കേതു 4-ലൂടെയും ബുധൻ 6-ലൂടെയും സൂര്യൻ 6-ലും 7-ലുമായും ശുക്രൻ അഷ്ടമത്തിലൂടെയും ശനി 9-ലൂടെയും രാഹു 10-ലൂടെയും വ്യാഴം 12-ൽ വക്രബലവാനായും സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇവർക്ക് 12-ാം ഭാവത്തിലൂടെയുള്ള വ്യാഴൻ്റെ സഞ്ചാരം സാമ്പത്തിക തൊഴിൽപരമായി ദുരിതങ്ങൾ തുടരുന്നതിനും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായി ധനനഷ്ടം ഉണ്ടാകുവാനോ വാഹന അപകടങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതയുള്ള കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസമനോഭാവം കാണിക്കുകയും ദൂരയാത്രകൾ ആവശ്യമായി വരികയും ദമ്പതിമാർക്കിടയിൽ അനൈക്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലയളവാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ദർശനം നടത്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിൽ ഭാഗവതം പാരായണം ചെയ്യുക. വിഷ്ണു സഹസ്രനാമ ജപവും നടത്തുക. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ പേർക്ക് പഠന തടസ്സം മാറുവാനായി മഹാവിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക. യക്ഷി അമ്മയ്ക്ക് വറപൊടി നേദ്യം വഴിപാടായി നടത്തുക. കർക്കിടകക്കൂറ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം. ഇവർക്ക് കർമാധിപത്യവും 5-ാം ഭാവാധിപത്യവും വഹിച്ച ചൊവ്വ നിജസ്ഥനായി ജന്മത്തിലൂടെയും കേതു 3-ലൂടെയും ബുധൻ 5-ലൂടെയും സൂര്യൻ 5-ലും 6-ലുമായും ശുക്രൻ 7-ലൂടെയും ശനി അഷ്ടമത്തിലൂടെയും രാഹു 9-ലൂടെയും വ്യാഴം വക്രബലവാനായി 11-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇവർക്ക് താരതമ്യേന ഗുണപ്രദമായ കാലഘട്ടം തന്നെയാണ്. ലാഭസ്ഥാനത്തുകൂടെയുള്ള വ്യാഴൻ്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് സാമ്പത്തിക തൊഴിൽപരമായ നേട്ടങ്ങളും ധനപുരോഗതികളും ഞെരുക്കെടുപ്പുകളിലോ സമ്മാന പദ്ധതികളിലോ
സമ്മാനങ്ങൾ ലഭ്യമാകുന്നതിനും അനുകൂലമായ കാലയളവാണ്. അവിവാഹിതർക്ക് വിവാഹത്തിന് അനുയോജ്യമായ കാലയളവും വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനും പുതിയ വാഹനങ്ങൾ എടുക്കുന്നതിനും അനുകൂലമായ കാലയളവ് തന്നെയാണ്. ഇവർക്ക് വ്യാഴം അനുകൂല സ്ഥിതിയിൽ തുടരുന്നതിനാൽ മറ്റു പ്രത്യേകിച്ച് വഴിപാടുകളുടെ ആവശ്യമില്ല. അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും നിത്യേനയുള്ള വഴിപാടുകളും യഥാവിധി ചെയ്യുക. ചിങ്ങക്കുറ്, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഇവർക്ക് കേതു 2-ലൂടെയും ബുധൻ 4-ലൂടെയും രാശ്യാധിപനായ സൂര്യൻ 4-ലും 5-ലുമായും 3-ഉം 10-ഉം ഭാവാധിപത്യം വഹിച്ച ശുക്രൻ 6-ലൂടെയും 6-ഉം 7-ഉം ഭാവാധിപനായ ശനി കണ്ടകശനിയായി 7-ലൂടെയും രാഹു അഷ്ടമത്തിലൂടെയും വ്യാഴം വക്രബലവാനായി 10-ലൂടെയും 4-ഉം 9-ഉം ഭാവാധിപനായ ചൊവ്വ നിജസ്ഥനായി 12-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് തൊഴിൽ ദുരിതങ്ങൾ തുടരുന്നതാണ്. അതോടൊപ്പം ദമ്പതിമാർക്കിടയിൽ അനൈക്യവും വാഹനങ്ങൾ മൂലം ധനനഷ്ടമോ വാഹന അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളോ ഉള്ള സമയമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക. അതോടൊപ്പം വസ്തു ക്രയ വിക്രയ നഷ്ടവും ഉണ്ടാകുവാൻ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ്. ഇവർ പരിഹാരമായി വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ദർശനം നടത്തി ഭാഗ്യസൂക്താർച്ചന നടത്തുക. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാട് കഴിക്കുക. യക്ഷി അമ്മയ്ക്ക് വറപൊടി നേദ്യം. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട്. ദമ്പതിമാർക്കിടയിലെ അനൈക്യം മാറുവാനായി ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക. കന്നിക്കൂറ്, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ പകുതി. ഇവർക്ക് കേതു ജന്മത്തിലൂടെയും രാശികർമാധിപനായ ബുധൻ 3-ലൂടെയും വ്യയാധിപൻ 12-ാം ഭാവാധിപനായ സൂര്യൻ 3-ലും 4-ലുമായും ധനഭാഗ്യാധിപനായ ശുക്രൻ 5-ലൂടെയും 5-ഉം 6-ഉം ഭാവാധിപനായ ശനി 6-ാം ഭാവത്തിലൂടെയും രാഹു 7-ലൂടെയും വ്യാഴം 4-ഉം 7-ഉം ഭാവാധിപനായ വ്യാഴം വക്രബലവാനായി ഭാഗ്യസ്ഥാനത്തുകൂടെയും 3-ഉം 8-ഉം ഭാവാധിപനായ ചൊവ്വ നിജസ്ഥനായി 11-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇവർക്ക് ഭാഗ്യസ്ഥാനത്തു കൂടെയുള്ള വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം എല്ലാ അഭീഷ്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് അനുകൂലമായ കാലയളവുകളാണ്. തൊഴിൽപരമായ ദൂരയാത്രകളും ദൂരസ്ഥലങ്ങളിലുള്ള വിശേഷ ദേവാലയ ദർശനങ്ങളും ദർശനങ്ങൾക്കും അനുകൂലമായ കാലയളവാണ്. നൂതന വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുകയും ധാന്യ സമ്പത്തുകളുടെ വർധനവിനും ഞെരക്കെടുപ്പുകളിലോ ഭാഗ്യ സമ്മാന പദ്ധതികളിലോ വിജയിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അനുയോജ്യമായ ഒരു കാലയളവുകൾ തന്നെയാണ്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്തോടെയുള്ള വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം മൂലം എല്ലാവിധ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലയളവ് തന്നെയാണ്. ഇവർക്ക് മറ്റു പരിഹാരങ്ങൾ ആവശ്യമില്ല. അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും യഥാവിധിയുള്ള വഴിപാടുകളൊന്നും കഴിച്ച് പ്രാർത്ഥിക്കുക. തുലാക്കൂറ്, ചിത്ര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യം 3 പാദം. ഇവർക്ക് 12-ാം ഭാവാധിപത്യവും 9-ാം ഭാവാധിപത്യവും വഹിച്ച ബുധൻ 2-ലൂടെയും ലാഭാധിപനായ സൂര്യൻ 2-ലും 3-ലുമായും ജന്മാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ 4-ലൂടെയും ശനി 5-ലൂടെയും രാഹു 6-ലൂടെയും വ്യാഴം വക്രബലവാനായി അഷ്ടമത്തിലൂടെയും 2-ഉം 7-ഉം ഭാവാധിപത്യം വഹിച്ച ചൊവ്വ നിജസ്ഥനായി കർമ്മസ്ഥാനത്തുകൂടെയും കേതു 12-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് താരതമ്യേന ദോഷപ്രദമായ ഒരു കാലഘട്ടം തന്നെയാണ്. മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ പ്രതിസന്ധികളും അനുഭവപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് ഇവർക്ക് പറയേണ്ടത്. എങ്കിൽ തന്നെയും ഇവർക്ക് വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിന് അനുയോജ്യമായ കാലയളവുകളാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ദർശനം നടത്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിൽ മഹാവിഷ്ണു അഷ്ടോത്തര നാമം ജപിക്കുക. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിച്ചും പ്രാർത്ഥിക്കുക. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ബുധൻ ജന്മത്തിലൂടെയും സൂര്യൻ ജന്മത്തിലും 2-ലുമായും ശുക്രൻ 3-ലൂടെയും ശനി കണ്ടകശനിയായി 4-ലൂടെയും രാഹു 5-ലൂടെയും വ്യാഴം 7 നിവൃത്തിസ്ഥാനമായ 7-ാമിടത്ത് വക്രബലവാനായും രാശ്യാധിപനായ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിജസ്ഥനായും കേതു 11-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇവർക്ക് താരതമ്യേന ഗുണപ്രദമായ കാലഘട്ടം തന്നെയാണ്. കണ്ടകശനി കാലഘട്ടമാണ് എങ്കിൽ കൂടിയും
ഏഴാമിടത്തുകൂടെയുള്ള വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം എല്ലാവിധ അഭീഷ്ടങ്ങളും സാധ്യമാകുന്നതിന് അനുയോജ്യമായ കാലയളവ് തന്നെയാണ്. സാമ്പത്തിക തൊഴിൽപരമായ പുരോഗതികളും സന്താനങ്ങളെ കൊണ്ട് ഉയർച്ചയോ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന നേട്ടങ്ങളോ ഭൂമി ക്രയവിക്രയ ധനലാഭങ്ങളും ഉണ്ടാകുന്ന കാലയളവ് തന്നെയാണ്. കണ്ടകശനി കാലഘട്ടമാണ് എങ്കിൽ തന്നെയും വ്യാഴന്റെ ഇഷ്ടഗതിയിലൂടെയുള്ള സഞ്ചാരം അതിന് ഏറെക്കുറെ ശമനം ഉണ്ടാക്കി തീർക്കുന്നതാണ് സ്വാഭാവികമായി തന്നെ. അതിനാൽ ഇവർക്ക് മറ്റു പരിഹാര കർമ്മങ്ങൾ ആവശ്യമില്ല. അവരവരുടെ യഥാവിധിയുള്ള ഇഷ്ടദേവതാ പ്രാർത്ഥനകളും മറ്റു വഴിപാടുകളും യഥാവിധി ചെയ്യുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഇവർക്ക് ഭാഗ്യാധിപനായ സൂര്യൻ വ്യയസ്ഥാനത്തുകൂടെയും ജന്മസ്ഥിതിയിലും സഞ്ചരിക്കുന്ന കാലഘട്ടം. അതോടൊപ്പം തന്നെ ശുക്രൻ 2-ലൂടെയും ശനി 3-ലൂടെയും രാഹു 4-ഇടത്തുകൂടെയും ജന്മാധിപത്യവും 4-ാം ഭാവാധിപത്യവും വഹിച്ച വ്യാഴം 6-ൽ വക്രബലവാനായും 5ഉം 12ഉം ഭാവാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിജസ്ഥനായും നിവൃത്തി സ്ഥാനാധിപത്യവും കർമാധിപത്യവും വഹിച്ച ബുധൻ വ്യയസ്ഥാനത്തുകൂടെയും കേതു കർമ്മസ്ഥാനത്തുകൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് ദോഷദുരിത കാലഘട്ടം തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. സാമ്പത്തിക, തൊഴിൽ, ആരോഗ്യ രംഗങ്ങളിൽ ബുദ്ധിമുട്ടുകളും വീഴ്ചകൾ മൂലം ആപത്തുകൾ സംഭവിക്കാൻ സാധ്യത ഉള്ള സമയവും അതോടൊപ്പം തന്നെ യാത്രാമധ്യേ വിവിധപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുകയോ മറ്റോ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉള്ള അനുകൂലമല്ലാത്ത ഒരു കാലയളവ് തന്നെയാണ് ഇവർക്ക് പറയേണ്ടത്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടും അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക. മകരക്കൂറ് ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഇവർക്ക് ശുക്രൻ ജന്മത്തിലൂടെയും ശനി 2-ാമിടത്ത് ഏഴരാണ്ട ശനിയായും രാഹു 3-ലൂടെയും വ്യാഴം 5-ൽ വക്രബലവാനായും ചൊവ്വ 7-ൽ നിജസ്ഥനായും കേതു 9-ലൂടെയും സൂര്യൻ 11-ലും 12-ലുമായും ബുധൻ 11-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇവർക്ക് ഏഴരാണ്ട കാലഘട്ടമാണ് എങ്കിൽ കൂടിയും ജന്മരാശിയിലൂടെയുള്ള ശുക്രന്റെ സഞ്ചാരവും അതോടൊപ്പം 5-ാമിടത്തു കൂടെയുള്ള വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരവും ഇവർക്ക് സർവ്വാഭീഷ്ടങ്ങളും സാധ്യമാകുന്നതിനും തൊഴിൽപരമായി ധനപരമായി ഉയർച്ചകളും ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകുവാനും അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങളും വാഹനങ്ങൾ മാറ്റിവാങ്ങുന്നതിനും വസ്തു ക്രയവിക്രയ ധനലാഭം ഉണ്ടാകുന്നതിനും അനുയോജ്യമായ കാലയളവ് തന്നെയാണ്. ഇവർക്ക് വ്യാഴന്റെ 5-ാം ഭാവത്തിലൂടെയുള്ള വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം മൂലം എല്ലാവിധ ദോഷദുരിതങ്ങൾക്കും സ്വാഭാവികമായി തന്നെ ശമനങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏഴരാണ്ട ശനി കാലഘട്ടമാണ് എങ്കിൽ കൂടിയും വ്യാഴന്റെ ഇഷ്ടഗതിയിലൂടെയുള്ള വക്രസഞ്ചാരം അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഇവർ യഥാവിധി അവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും ഇതിനുള്ള വഴിപാടുകളും യഥാവിധി ചെയ്തു കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് രാശിയാധിപനായ ശനി ഏഴരാണ്ട ശനിയുടെ മധ്യഭാഗമായ ജന്മശനിയായി തുടരുകയും രാഹു 2-ലൂടെയും ധന ലാഭാധിപനായ വ്യാഴം 4-ൽ വക്രബലവാനായും 3-ഉം 9-ഉം 3-ഉം 10-ഉം ഭാവാധിപനായ ചൊവ്വ നിജസ്ഥനായി 6-ലൂടെയും കേതു അഷ്ടമത്തിലൂടെയും ബുധൻ 10-ലൂടെയും സൂര്യൻ 10-ലും 11-ലുമായും ശുക്രൻ 12-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രകരമായ കാലഘട്ടമാണ്. ഏഴരാണ്ട ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടവും വ്യാഴം 4-ലൂടെ വക്രബലവാനായി സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലയളവാണ്. ഇവർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രപ്രദമാണ്. തൊഴിൽപരമായി ദൂരയാത്രകൾ ആവശ്യമായി വരികയും വാഹന സംബന്ധമായി ധനനഷ്ടങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലഘട്ടങ്ങളും അതോടൊപ്പം തന്നെ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതകളുള്ള കാലഘട്ടങ്ങളുമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അല്പം മനോഭാവം കാണിക്കും. ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ കാലഘട്ടങ്ങളല്ല. ധനപരമായ അമിത ചിലവുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ഇവർ പരിഹാരമായി നാഗരാജ സന്നിധിയിൽ നൂറുംപാലും നടത്തുക. അതോടൊപ്പം യക്ഷിയമ്മയ്ക്ക് വറപടി നേദ്യവും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടുകളും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് രാഹു ജന്മത്തിലൂടെയും
ജന്മ കർമാധിപനായ വ്യാഴം വക്രബലവാനായി 3-ലൂടെയും ധന ഭാഗ്യാധിപനായ ചൊവ്വ നിജസ്ഥനായി 5-ലൂടെയും കേതു 7-ലൂടെയും ബുധൻ 9-ലൂടെയും ആറാം ഭാവാധിപനായ സൂര്യൻ 9-ലും 10-ലുമായും 3-8 ഭാവാധിപത്യം വഹിച്ച ശുക്രൻ 11-ലൂടെയും ശനി 12-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ശനി 7 ശനിയായി തുടരുന്ന കാലഘട്ടം തന്നെയാണ്. രാശ്യാധിപനായ വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം 3-ാം ഭാവത്തിൽ മറഞ്ഞു സഞ്ചരിക്കുന്നതിനാൽ 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ്. ശാരീരിക, തൊഴിൽ, ധനപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാലയളവ് തന്നെയാണ്. ഇവർക്ക് തൊഴിൽ, ധനപരമായ ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ നിത്യവും കനകധാരാ സ്തോത്രവും മഹാലക്ഷ്മി അഷ്ടകവും ചൊല്ലുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ മാറുവാനും തൊഴിൽ ഉയർച്ചകൾ ഉണ്ടാകുവാനും അനുയോജ്യമാണ്. 7 ശനി 12-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അന്യദേശവാസങ്ങളും വീഴ്ചകളും ആപത്തുകളും ഉണ്ടാകുവാൻ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഇവർ പരിഹാരമായി മഹാവിഷ്ണുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ശാസ്ത്രക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാട് കഴിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടും കഴിച്ച് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.